അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തഖ്വ വിലപ്പെട്ട ഒരു നിധിയാണ്. അത് നമുക്കൊരു ഊന്നുവടി പോലെ എപ്പോഴെങ്കിലും എടുക്കാനും എപ്പോഴെങ്കിലും വെക്കാനും ഉള്ളതല്ല. അത് വർദ്ധിപ്പിക്കാൻ ഒരവസരം നമുക്ക് ഇവിടെ വന്നെത്തുന്നുണ്ട്. പരിശുദ്ധമായ റമളാൻ മാസം എല്ലാ വെള്ളിയാഴ്ചയും പരിശുദ്ധമായ മിമ്പറിൽ വെച്ച് ഇമാം ഓരോ ആഴ്ചയിലും നമ്മൾ ഉത്ബോധിപ്പിക്കുന്നത് നമുക്കത് പുതുക്കാൻ വേണ്ടിയാണ്. ഈ ഭക്തി കപട ഭക്തി കൊണ്ട് നമുക്ക് കാര്യമില്ല. യഥാർത്ഥമായ ഭക്തി നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ സൃഷ്ടാവിനോടാണ്. അതുകൊണ്ടാണ് ഇത്തഖുള്ള, ഭയഭക്തി എന്ന് പറഞ്ഞാൽ അവൻ നമുക്ക് നൽകിയ കനിഞ്ഞരുളിയ എല്ലാ കാരുണ്യത്തെയും അനുഗ്രഹത്തെയും ഓർത്തുകൊണ്ട് അവനോട് നമുക്കൊരു ഭയവും ഒരു സ്നേഹവും നമുക്ക് വരും. അതാണ് യഥാർത്ഥത്തിൽ ഭയഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ ഒരുമിച്ച് ചേരുന്നു എന്ന ഒരു ഓർമ്മ നമുക്കെപ്പോഴും ഉണ്ടാകണം. കാരണം ഈ ഭക്തി എന്തിനാണ്, എന്താ ഇതുകൊണ്ടൊക്കെ നേട്ടം എന്നൊരാളും ചോദിക്കരുത്. വത്തഖുല്ലാഹല്ലദീ ഇലൈഹി തുശ്ശറുൻ, അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ് നമ്മൾ ഒരുമിച്ച് ചേർക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മളുടെ തഖ്വ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വേണ്ടതാണ് എന്ന് തോന്നുന്നത് മടക്കം അങ്ങോട്ടാണ്. നമ്മൾ വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വേണ്ട, പക്ഷേ എല്ലാവരും മടങ്ങുന്നത് അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിച്ച് ജീവിക്കണം. തഖ്വ ഉള്ളവൻ്റെ ലക്ഷണം എന്താണ്? നമ്മളൊക്കെ തഖ്വയുള്ളവരാണ് എന്ന് ഞാനും നിങ്ങളും ധരിക്കുമ്പോൾ ഹുവ അഹ്ലു തഖ്വ വ അഹ്ലുൽ മഗ്ഫിറ, ജീവിതത്തിലെ പാപങ്ങൾ മുക്തമായ ഒരന്തരീക്ഷം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഭക്തരായിത്തീരുന്നത്. ഭക്തിയുള്ളവൻ എപ്പോഴും അവൻ്റെ ജീവിതത്തെക്കുറിച്ചും അവൻ്റെ വിശുദ്ധിയെക്കുറിച്ചും അവൻ്റെ പാപത്തെക്കുറിച്ചും ഓർക്കും. അതുകൊണ്ട് തഖ്വയുള്ള ഒരാൾ അള്ളാഹുവിനോട് എപ്പോഴും പാപമോചനത്തിന് തേടിക്കൊണ്ടിരിക്കുന്നവനാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്നതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് നരകാഗ്നി. പരിശുദ്ധ ഖുർആൻ വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ, ഒരാത്മാവും മറ്റൊരാത്മാവിന് ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ഒരു ദിവസത്തെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. ആ ദിവസത്തെ നമ്മൾ ഓർക്കുന്നത് നമ്മളുടെ ഭക്തി വർദ്ധിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. ആരും സഹായിക്കാനില്ല, അവൻ മാത്രമാണ് നമ്മളെ സഹായിക്കാനുണ്ടാവുക. ഖുർആൻ പറഞ്ഞു വത്തഖുന്നാറല്ലത്തി വഖൂദുഹന്നാസ് വൽ ഹിജാറ, മനുഷ്യരും അതുപോലെ തന്നെ കല്ലും ഇന്ധനമായി ഉപയോഗിക്കുന്ന നരകത്തെ നിങ്ങൾ സൂക്ഷിക്കുക. അള്ളാഹുവിനെ നമ്മൾ എന്തിനു ഭയപ്പെടുന്നു എന്ന് ചോദിച്ചപ്പോൾ നമ്മളുടെ മടക്കം അങ്ങോട്ടാണ്. ആ അള്ളാഹുവാണ് നമ്മളെ രക്ഷിക്കുന്നതും ശിക്ഷിക്കുന്നതും. അവൻ്റെ നരകാഗ്നിയെ നമ്മൾ സൂക്ഷിക്കണം. അതോടൊപ്പം നാളെ അവിടെ എത്തിച്ചേരുമ്പോൾ ആരും സഹായിക്കാനില്ലാത്ത ഒരു ദിവസത്തെ നമ്മൾ ഭയപ്പെടണം. ഇതൊക്കെ ആത്യന്തികമായി നമ്മളുടെ ഭക്തി വിശുദ്ധിയിലേക്ക് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. നമ്മുടെ ഭക്ഷണം, നമുക്ക് ശരീരമുണ്ട്, നമുക്ക് ആ ശരീരത്തിന് ഭക്ഷണം വേണം. അതുപോലെ തന്നെ നമുക്ക് ആത്മാവിനും ഭക്ഷണം വേണം. ഖുർആൻ പറഞ്ഞു തസവ്വദു ഫഇന്ന ഖൈറസ്സാദി അത്തഖ്വ, നിങ്ങൾ യാത്രാഭക്ഷണം ശേഖരിക്കുക, അതിൽ ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ഭക്ഷണം അത് തഖ്വയാണ് എന്നാണ്. അതുകൊണ്ടാണ് ഇസ്ലാം ഭക്തിക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം നമ്മുടെ സുന്ദരമായ യാത്രക്ക്, ഇഹപര ജീവിതത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് തഖ്വ വേണം എന്നതാണ്. തഖ്വ വേണ്ട വിധം നമ്മൾ വെള്ളിയാഴ്ച കേൾക്കാറുണ്ട്, ഹഖ്ക തുഖാതിഹി, അവനെ ഭയപ്പെടേണ്ടുന്ന വിധം നമ്മൾ ഭയപ്പെടണം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിനെ അനുസരിക്കുക, ധിക്കരിക്കാതിരിക്കുക, അള്ളാഹുവിനെ ഓർക്കുക, മറക്കാതിരിക്കുക, നന്ദി കാണിക്കുക, നന്ദികേട് കാണിക്കാതിരിക്കുക. അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിക്കുവാനും
സൂക്ഷ്മത പുലർത്തുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.